സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് കൊടിയേറി ഉദ്ഘാടനത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള 5 ദിവസങ്ങൾ 8-ാം തീയതി വരെ 20 വേദികളിലായി കലോത്സവ വേദികൾ മാറ്റുരയ്ക്കപ്പെടുന്നു. 20,000-ഓളം മത്സരാർത്ഥികൾ വിവിധ കലാപരിപാടികളിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. നിലവിൽ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിജിൻ വായന്തോട് കലോത്സവ വേദിയിൽ നിന്ന് ചേരുകയാണ്. വിജിൻ, നിലവിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വൈവിധ്യങ്ങളെ പരിപോഷിപ്പിക്കുന്നതാകണം കലോത്സവത്തിൻ്റെ വേദികൾ. ഒപ്പം തന്നെ നവോത്ഥാനത്തിൻ്റെ നാളങ്ങൾ കലോത്സവങ്ങളിൽ തെളിയട്ടെ എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഒരു കലയും പ്രാന്തവൽക്കരിക്കപ്പെടേണ്ടതല്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ഗോത്രകലകൾ കൂടി അടുത്ത മത്സരങ്ങളിൽ, അടുത്ത കലോത്സവങ്ങളിൽ മത്സര ഇനമാക്കുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. എന്താണ് കലോത്സവ വേദിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇനിയുള്ള കലോത്സവ വേദികളിലെ വിശേഷങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഈ ചടങ്ങിന്റെ പേരിൽ പ്രത്യേകം അല്പസമയത്തിനകം ഈ 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ അവസാനിക്കും. ഇനിയുള്ളത് കലാപരിപാടികൾ അരങ്ങേറുന്ന ആഘോഷ ദിനരാത്രങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് കൊല്ലം നഗരി. എന്തായാലും ആശ്രാമം മൈതാനിയിൽ വലിയ ജനങ്ങൾക്ക് മുന്നിലാണ് 62ാമത് സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യങ്ങളെ ഒറ്റയൊന്നിലേക്ക് കുറയ്ക്കാനുള്ള, ചുരുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്ന ഒരു കാലത്ത് കല അതിനെതിരെയായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് കൂടിയാണ്. അതാണ് കലാപ്രകടനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ കാട്ടുന്നത്. വിദ്യാർത്ഥികൾ വെറും കലാരൂപങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല, സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ ഓരോ പ്രവർത്തികൾക്കെതിരെ അതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പും അതിനെതിരായി ഉള്ള ഒരു അത്തരം പ്രകടനങ്ങൾ കൂടി വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഇത്തവണയും അതുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ മത്സരം മാത്രമാണ് ഈ കലോത്സവം, അല്ലാതെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മത്സരമായി അത് മാറരുത് എന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായ ഒരു പ്രതിരോധം കൂടിയാണ് കല ആയി. അത്തരത്തിൽ കല മാറണമെന്നും വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോത്ര വിഭാഗങ്ങൾ പ്രാന്തവൽക്കരിക്കപ്പെടേണ്ട ഒന്നല്ല, അവരുടെ കലാരൂപങ്ങൾ കൂടി ഈ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കലോത്സവം കൂടുതൽ വിപുലീകരിക്കുന്ന ഒരു നടപടിയിലേക്ക് അടുത്ത വർഷം മുതൽ കടക്കും. ഒപ്പം വിദ്യാഭ്യാസ മന്ത്രി തന്നെ സൂചിപ്പിച്ചത് ഈ കലോത്സവ മാനുവൽ അടുത്ത വർഷത്തോടുകൂടി പുതുക്കും. കൂടുതൽ കലാപരിപാടികൾ ഈ കലോത്സവത്തിന്റെ ഭാഗമാക്കി മാറ്റുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റത്തിനാണ് കലോത്സവ വേദിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി 5 രാപ്പകലുകൾ കൊല്ലം കലയുടെ ഇല്ലമായി മാറുകയാണ്. എല്ലാ വേദികളിൽ നിന്നും തത്സമയ വിവരങ്ങൾ കൈരളി ന്യൂസും നൽകുന്നുണ്ട്.